ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യലാണിട്ടത്. നമ്മളിപ്പോൾ പുഴയിൽ നിന്ന് എടുക്കുന്നുണ്ടില്ലേ, വലമ്മയും മുളമ്മയൊക്കെ ഇങ്ങനെ പിടിച്ച് ഉണ്ടാണ് കക്കയിടുന്നത്. ഈ കല്ലുമ്മക്കായുടെ ഒക്കെ ഒരു വേറെ വകഭേദമാണിത്. അധികം വലുതാവില്ല, ഇത്രയൊക്കെ വലുതാവുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞാൽ വലുതാവും. ഇപ്പോൾ ലോക്ക്ഡൗൺ തുടങ്ങിയ കാരണം നമ്മൾ ആരംഭിക്കുകയാണ് അടുത്ത പണികൾ. ഓക്കെ, ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇറച്ചി എടുത്തിട്ട് ഫ്രൈ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കട്ടെ. ഓക്കെ, നമ്മുടെ കക്ക അങ്ങനെ വാരി നല്ല ക്ലീൻ ചെയ്ത് എടുത്തത്. നോക്കി നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് ഓരോന്നോരോന്ന് വിടിയിച്ച് ഇങ്ങനെ മാല പോലെ പിടിക്കുന്നത്. ഓരോന്ന് വിടിയിച്ച് അഴുക്കൊക്കെ കളഞ്ഞ് എടുക്കണ്ട. ഓക്കെ, ഇത് നമുക്കിന്ന് പുഴുങ്ങിയെടുക്കാം. ഓക്കെ, നമുക്കിത് പുഴുങ്ങിയെടുക്കാം. ഓക്കെ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാട്ടെ ഇതിനകത്ത്. ഓക്കെ, അതെ എന്താ കക്ക പുഴുങ്ങാൻ വെച്ചിട്ട് 10-15 മിനിറ്റായി. ഓക്കെ, വാവളിച്ച് വന്നിട്ടുണ്ട് കണ്ട. എൻ്റെ അകത്തുള്ള ഇറച്ചി നോക്കി ഇങ്ങനെ ഉണ്ടാവും ഇതിനകത്ത്. ഒന്നും കൂടി ഇതായി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഇതിൻ്റെ ഇറച്ചി എടുക്കാൻ പറ്റും. നല്ല മഞ്ഞക്കുരുവാണ് ഇട്ടത്. ഒന്നും കൂടി തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇറക്കി വെക്കാം. അത് പൊളിച്ച് അതിൻ്റെ മീറ്റ് എടുത്താൽ മതി. ഓക്കെ, നമുക്കതേ എല്ലാവരും നല്ലോണം പാവൊളിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ കഴമ്പെടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാ എല്ലാം നല്ലോണം തിളച്ച് നല്ലോണം വെന്ത് സാധനം നമുക്കിത് എല്ലാം നല്ല പാവൊളിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്കത് ഇതെടുക്കാം. നമുക്ക് ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ കക്കയൊക്കെ പുഴുങ്ങി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇറച്ചി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വാവളിച്ച് തരും. അതുപോലെ ഇറച്ചി നല്ല മഞ്ഞക്കുരുവാണ് കിട്ടുന്നത്. നമുക്ക് സാധനം എടുത്തിട്ടില്ലേ, അതൊരു പൊളിക്കാട്ടാ. ഇതാദ്യം ഇതങ്ങ് എടുത്തു കഴിഞ്ഞേട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കക്കിറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിറ്റിൽ കല്ലുമ്മക്ക ഇറച്ചി. ഓക്കെ, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നോക്കിയാലോ നമുക്ക്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കാലത്തെടുത്ത ആ കക്ക, കല്ലുമ്മക്കാട ചെറിയ കക്ക നമ്മൾ എടുത്ത് അതിൻ്റെ മീറ്റൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അത് നമ്മൾ റെഡിയാക്കാൻ പോയാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ഉരുളിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്കിത് നല്ലോണം വേവിച്ചെടുക്കണം. നമ്മളതിനകത്തോട്ട് ഒരു 3 സ്പൂൺ
മുളക് പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 2 സ്പൂൺ, മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ, കുറച്ച് ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ടിടാം, വെള്ളത്തിലോട്ടിടാം. ഓക്കെ, നമുക്ക് ഒരു 4 സവാള വലുത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമുക്കിതിനകത്തോട്ട് കക്ക ഇട്ട് കൊടുക്കാം. നല്ലോണം വെന്ത് ഈ വെള്ളം വറ്റിച്ചെടുക്കാം നമുക്ക്. കുറച്ച് ഉപ്പ് ഇടാട്ടാ, കുറച്ചിട്ടാൽ മതി. ബാക്കി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ആക്കുമ്പോൾ ബാക്കിയുള്ളതിടാം. ഓക്കെ, നമ്മുടെ കക്ക ഇറച്ചി അങ്ങനെ വെള്ളമൊക്കെ വറ്റി അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഈ കൂട്ടത്തിൽ നമുക്ക് ഒരു മുറി ഉണക്ക തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അതെ ഒരു ചെറു തണ്ട് മല്ലിയില, നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ്. അടിപൊളിയായിക്കോളും. നല്ല ഫ്രൈ ആയിട്ടിങ്ങനെ ചെറുതായിട്ടിങ്ങനെ പൊട്ടണ സൗണ്ട് വരും. അപ്പോൾ അതിന് പാകമായി. നോക്കി, ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് അടുക്കി പിടിച്ച് വെച്ചാണ്. ഇപ്പോൾ വേണ്ട, ഒന്നും പിടിക്കില്ല. അതാണ് അതിൻ്റെ പാകം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓക്കെ, നമ്മുടെ അതേ മിനി കല്ലുമ്മക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അടുക്കി പിടിക്കലൊക്കെ മാറി നല്ല മസാല ഈ കക്കമ്മയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പുഴയിൽ നിന്നെടുത്ത ലിറ്റിൽ കല്ലുമ്മക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ് കേട്ടോ. അത് ഉണ്ടായി ആയിരിക്കും കുഴപ്പമില്ല. അതുപോലത്തെ ഐറ്റമാണത്. റയർ സാധനം എന്ന് വെച്ചാൽ കക്ക നമുക്ക് കിട്ടും പുഴയിൽ നിന്നൊക്കെ, മണ്ണലിയിൽ അല്ലെങ്കിൽ ചെളിയിൽ കിടന്നിട്ടാണ് കക്ക. പക്ഷെ ഇത്
വലമ്മ അല്ലെങ്കിൽ മുളമ്മയൊക്കെ മുകളിലിങ്ങനെ മാലയായിട്ട് പിടിച്ചേക്കണത് ഞാൻ ഇതിൻ്റെ ആദ്യം കാണിച്ചെന്നില്ലേ, അതേപോലെ ഉണ്ടാകണതാണ്. അത്ര ഇത് ടേസ്റ്റി സാധനമാണത്. ഓക്കെ, നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ പ്രിപ്പറേഷൻ ചെയ്ത് നോക്ക്. വെരി ഗുഡായിരിക്കും. ഓക്കെ, അപ്പോൾ പറ്റിറ്റ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് അടുത്ത് തന്നെ പുതിയ വിഭവമായിട്ട് ഞങ്ങൾ വരും. അതുവരെയും ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ലോക്ക്ഡൗൺ ആരംഭിച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ വീട്ടിലിരുന്ന് ഇങ്ങനത്തെ പുതിയ പുതിയ ഐറ്റമൊക്കെ നമുക്ക് ഉണ്ടാക്കി പരീക്ഷിച്ച് പഠിക്കാം. ഓക്കെ, ബൈ.